2500 രൂപ മുടക്കി കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് 7500 8,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. 1/4% ചൂട് എല്ലാം കൃത്യമായിരിക്കും. ഇത് 5 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം. 10 രൂപ 12 രൂപയ്ക്ക് മുട്ട വാങ്ങി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് 50 രൂപ 60 രൂപ റേറ്റ് വരെ കിട്ടുന്നുണ്ട്. നമുക്ക് 200 മുട്ട കഴിഞ്ഞാൽ തന്നെ കാശ് എത്രയായി? 100 മുട്ട കൊടുക്കാം. 100 മുട്ടയുടെ 3 ഇൻക്യുബേറ്റർ നമ്മൾ കൊടുക്കും. അതിനെന്താ ചേട്ടാ നല്ല കമന്റ്. ആൻഡോമാൻ നിക്കോബാറിൽ 100ഓളം കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്റെ പ്രൊഡക്റ്റ് അവിടുത്തെ ലേബിള് കച്ചവടം ചെയ്യുന്നു. വെറും 2,500 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് 3 ആഴ്ചക്കുള്ളിൽ തന്നെ 7,000 രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കാൻ കഴിയുന്ന ചെറിയൊരു സംരംഭമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പാലക്കാടുള്ള നമ്മുടെ KRS ഇൻക്യുബേറ്റർ സെന്ററിലാണ് നമ്മുടെ സന്തോഷ് ഏട്ടൻ്റെ കേരളത്തിൽ മറ്റെവിടെയും കൊടുക്കാത്ത വിലക്കുറവിൽ നമ്മുടെ 1 ഇയർ വാറന്റിയോട് കൂടി ഇൻക്യുബേറ്റേഴ്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ട് വന്നതാണ്. സന്തോഷ് ഏട്ടാ, ഇത് സംഭവം സത്യമാണോ? ഇത് സത്യം തന്നെയാണ്. 2,500 രൂപയ്ക്ക് 200 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ ഞാൻ മാത്രം കൊടുക്കുന്നുള്ളൂ. 2,500 രൂപയ്ക്ക് 200 കോഴിമുട്ട വിരിക്കുന്ന ഇൻക്യുബേറ്റർ കേരളത്തിൽ ആരും കൊടുക്കുന്നില്ല, ഞാൻ മാത്രം കൊടുക്കുന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് ശരിക്കും നമുക്ക് എത്ര പെർസെന്റേജോളം? 95% ഞാൻ പറയുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ 95% റിസൾട്ട് ഉറപ്പായി കിട്ടും. അതായത് 95% ചേട്ടൻ പറയുന്നത്. പൂവനില്ലാത്ത മുട്ട വെച്ചാൽ ഒന്നും വരില്ല. പൂവനുള്ള മുട്ട വയ്ക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ 95-96% റിസൾട്ട് കിട്ടും. അതായത് വീട്ടമ്മമാർക്ക് ഒരു സൈഡ് വരുമാനമാക്കാവുന്ന നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതെ അതെ. നമുക്ക് ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? ഒരു 7,500 8,000 രൂപ വരെ സമ്പാദിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. 7,500 8,000 രൂപ എത്ര ദിവസത്തിനകത്ത്? 21 ദിവസം കൊണ്ട് കിട്ടും. 21 ദിവസം കൊണ്ട് 7,500 8,000 രൂപ ഒരു വീട്ടില് സൈഡ് വരുമാനമായിട്ട്. എന്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത ശേഷം ഞാൻ ബോധ്യപ്പെടുത്ത ശേഷം മാത്രമേ ഇൻക്യുബേറ്റർ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വരുവായില്ല. എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ സമ്പാദിക്കുന്ന ആളുകൾ ഉണ്ട്. എന്റെ കസ്റ്റമർ ഒരു ഹായ് അയച്ചാൽ മതി. നമുക്ക് എവിടെയൊക്കെ നമ്മുടെ ഈ ഒരു സാധനം പോയിട്ടുണ്ട്? നമ്മുടെ കർണാടക, ആൻഡമാൻ നിക്കോബാർ വരെ എത്തിയിട്ടുണ്ട്. എന്റെ ഇൻക്യുബേറ്റർ ഞാൻ നോട്ടീസ് കാണിച്ചു തരാം. ആൻഡമാൻ നിക്കോബാർ എന്റെ നോട്ടീസ് ഇവിടെ ഉണ്ട് അടിച്ചിട്ടുണ്ട്. ശരിക്കും ഇത് എങ്ങനെയാ ഇതിന്റെ ഒരു തുടക്കം? ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയതാണ്. സ്വന്തം ആവശ്യത്തിന് ഞാൻ 3,300 ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതൊന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതും ഇത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് 100 മുട്ട വയ്ക്കുന്നതാണ് കേട്ടോ. ഇത് 200 മുട്ട വയ്ക്കുന്ന 2,800 രൂപ ഞാൻ കൊടുക്കും. 2,500 രൂപ കൊടുക്കുന്നത്. ഇതാണ് 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. 200 മുട്ടകൾ വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ. അതായത് നമ്മളെടുത്ത് കറക്റ്റ് ചൂട്, അത് നമ്മൾ വീതി ബോക്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഹൈറ്റും ഇതെല്ലാം കറക്റ്റായ ശേഷം മാത്രം നമുക്ക് കിട്ടും. ഒരു മൂലയ്ക്ക് വെച്ചാലും വരും ഈ ഇൻക്യുബേറ്ററിനകത്ത്. ഓക്കെ, ഒരു മൂലയ്ക്ക് വെച്ചാൽ വലിയ കാര്യം നമുക്ക് ഇതിൽ 1/4% ചൂട് എല്ലാം കൃത്യമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഏത് ഭാഗത്ത് വെച്ചാലും വരും. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. 10 രൂപ 12 രൂപയ്ക്ക് മുട്ട വാങ്ങി കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് 50 രൂപ 60 രൂപ റേറ്റ് വരെ കിട്ടുന്നുണ്ട്. നമുക്ക് 200 മുട്ട കഴിഞ്ഞാൽ തന്നെ കാശ് എത്രയായി? അതെ അതെ. ഇത് 5 വർഷം സുഖമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇതിന്റെ വാറന്റി ഗ്യാരണ്ടി ഒക്കെ എങ്ങനെയാണ്? 1 വർഷം വാറന്റി കൊടുക്കും. 1 ഇയർ വാറന്റിയോട് കൂടിയാണ് 2,500 രൂപ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ ഇതിനകത്ത് അതിനകത്ത് ഹൈലൈറ്റ് പറയുന്നത് നമുക്ക് നാടൻ കോഴിയുടെ ഒക്കെ ആണെങ്കിൽ പിന്നെ ഇരട്ടി ലാഭമായിരിക്കും അല്ലേ? കിട്ടും. അതിനനുസരിച്ച് അതിന് ഓരോ കോഴികൾ മോഹ വിലയാണ്. ഓക്കെ, നാടൻ കോഴിക്ക് പല വില, മുട്ടക്കോഴിക്ക് വില നമുക്ക് അതിന് ഉറപ്പ് പറയാൻ പറ്റില്ല. അസീലിന് വേറെ ഒരു വില, പലതരം പല വിലയുണ്ട്. അതായത് ഫാൻസി അതിന് വേറെ വില, അതിന് വേറെ ലാഭം. അപ്പൊ അതിന് പല റേറ്റുണ്ട്. നമുക്ക് ഒരു ആവറേജ് റേറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് സീരിയസ് ആയിട്ട് ഇതിനെ എടുത്ത് ചെയ്യുന്ന സംബന്ധിച്ചൊന്നും നഷ്ടം വരില്ല. എന്റെ കയ്യിൽ നിന്ന് 9 ഇൻക്യുബേറ്റർ റൂമിൽ നിർത്തി വെച്ച് ചെയ്യുന്ന ഒരാളുണ്ട്, റഷീദ് മലപ്പുറത്ത്. 9 എണ്ണം ഞാൻ എൻ്റെ വീഡിയോ സഹിതം നമുക്ക് കൊടുക്കുന്നത്. 9 എണ്ണം റഷീദ് പറഞ്ഞ ആള് ഫുൾ റൂമിൽ വിളിച്ച് 9 ഇൻക്യുബേറ്റർ ഇതും കൂടി ജീവിക്കുന്നത്. പ്രവാസിയാണ്. ശരിക്കും ഞാൻ ഒരു കാര്യം, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഒരു ഓഫർ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. എന്ത് ചെയ്യാൻ പറ്റും? 3 ഇൻക്യുബേറ്റർ 100 മുട്ട വയ്ക്കുന്നത് 3 ഇൻക്യുബേറ്റർ കൊടുക്കാം. 3 ഇൻക്യുബേറ്റർ എത്ര മുട്ടയുടെ? 100 മുട്ട കൊടുക്കാം. 100 മുട്ടയുടെ 3 ഇൻക്യുബേറ്റർ നമ്മൾ കൊടുക്കും. അതിനെന്താ ചേട്ടാ നല്ല കമന്റ്. എന്തിനെ കുറിച്ചുള്ള? കോഴിക്കൃഷി എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാം അറിയാത്ത ആളുകൾക്ക് ഒരു പഠനം. ഓ, അപ്പൊ അത് ഒരു എന്താ പറയാ സാമൂഹിക ആയിട്ടുള്ള ഒരു പ്രചോദനത്തിന് വേണ്ടി കൊടുക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 3 ഇൻക്യുബേറ്റർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല കമന്റ് ഇടുന്നവർക്ക് ശരിക്കും ഈ ഇരിക്കുന്നതിനകത്ത് 3 എണ്ണം നമ്മുടെ വീട്ടിൽ 3 എണ്ണം ഞാൻ കൊറിയർ അയച്ചു കൊടുക്കും. നിങ്ങൾ പറയുന്ന ആൾ കിട്ടോ, ഞാൻ പറയുന്ന ആളല്ല, നിങ്ങൾ പറയുന്ന കമന്റ്. അപ്പൊ ഞാനൊരു ഡേറ്റ് പറയട്ടെ. അടുത്ത മാസം 7-ാം തീയതിക്കുള്ളിൽ നമ്മൾ ആളെ തെരഞ്ഞെടുക്കും. ആയിക്കോട്ടെ. എന്നിട്ട് ഞാൻ അത് ചേട്ടനെ അറിയിക്കും. ഞാൻ അവർ കമന്റ് ഇട്ടു, അവര് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു തരാം. ഇതാണ് 100 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ കേട്ടോ. 100ന്റെ ഇൻക്യുബേറ്റർ ആണ്. 100 മുട്ടകൾ വിരിയിക്കാനുള്ള ഇൻക്യുബേറ്റർ ആണ്. ഇതിനകത്ത് ഹൈലൈറ്റ് പറയാണത് ഈ ഫാനിന്റെ ഒട്ടും തന്നെ സൗണ്ട് ഇല്ല. ഞാൻ മൈക്ക് മാക്സിമം അടുപ്പിച്ച് പിടിക്കുന്നുണ്ട്. സൗണ്ട് പോലെ സൗണ്ട് ഇല്ല, വളരെ സൈലന്റ് ആണ്. നമ്മൾ പരമാവധി നല്ലത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നല്ലത് കൊടുക്കുക, നല്ല സാധനം മാത്രം കൊടുക്കുക. നമ്മൾ അറിയാതൊക്കെ വന്നീ പറ്റി കഴിഞ്ഞാൽ നമ്മൾ നോക്കുക. അറിഞ്ഞു ഒന്നും ചെയ്യാൻ പാടില്ല. കാര്യം ഇപ്പൊ അഡാപ്റ്റർ ഉണ്ടോ? 2 ആംപിയർ അഡാപ്റ്റർ ആണ്. 2 ആംപിയർ അഡാപ്റ്റർ ആണ്. ഇതിൽ 1 ആംപിയർ ഉപയോഗിക്കാം.
ഒരു കുഴപ്പമില്ല. അത് 2 ആമ്പിയർ കൊടുക്കുന്നത് നമ്മൾ. അതായത് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പൈസ മിച്ചം പിടിക്കാം. ഒരു 80-90 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാം. ചേട്ടാ 200ന്റെ പറഞ്ഞു, നമുക്ക് ഈ 100ന്റെ എങ്ങനെയാണ് ഇതിന്റെ റേറ്റ്? 100ന്റെ 1800 റേറ്റ്. 1800. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റ് തെർമോസായിട്ട് അഡാപ്റ്റൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കൊടുക്കുക. അതായത് ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ഒന്നുമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വില കുറച്ച് കൊടുക്കാൻ പറ്റിയ സാധനം കിട്ടും. ഒരു 1500 രൂപയ്ക്ക് 1300 രൂപയ്ക്ക് കൊടുക്കാം. പക്ഷേ ഇത് നമുക്ക് കൊടുത്താൽ ശരിയല്ല. നമുക്ക് ചിലപ്പോൾ ബാഡ് കമൻറ്റുകൾ കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുക ശരിയല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കും. അറിയാണ്ട് അബദ്ധങ്ങൾ പറ്റും. അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരാളും പറ്റിക്കാൻ പാടില്ല. അപ്പോൾ നല്ല സാധനം നമ്മൾ കൊടുക്കും. ഓക്കെ. ശരിക്കും നമുക്ക് ഇതിനൊരു കൊറിയർ ചാർജ് എങ്ങനെ വരും? ഇതിനകത്ത് 200ന്റെ 300 രൂപ കൊറിയർ ചാർജ് 2800 ആവും. 200 കൊറിയർ ചാർജ് സെയിം ആണ്. അല്ല 200 രൂപ ചാർജ്. 200 രൂപ ചാർജ്. ഇത് 300 രൂപ. അത് 2000, ഇത് 2800. നമുക്ക് ഓൾ കേരള മാത്രമാണോ അതോ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? കർണാടക ചെയ്യാറുണ്ട്. കാരണം ഐസ് ബോക്സ് ഞാൻ സെപ്പറേറ്റ് പണിത് കൊടുക്കുന്നുണ്ട്. കർണാടക വരെ പോകുന്നുണ്ട്. തമിഴ്നാട്, രാജസ്ഥാൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, പല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് സാധനം. കർണാടക, ഹൈദരാബാദ്, എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അതായത് ആവശ്യക്കാർ വിളിച്ചാൽ നമ്മൾ അയച്ചു കൊടുക്കും. ഓക്കെ. ലക്ഷദ്വീപ് എത്തിയിരിക്കുന്നു. അപ്പുറം കേരളം, ഇന്ത്യ. അപ്പൊ നമ്മുടെ സന്തോഷേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡായിട്ട് വരും. കാണുന്നവരെ